സാർ, എത്ര തവണ സമയം തന്നു? പിന്താങ്ങുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മൗലികവും മാതൃകാപരവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് സാർ. അതിലൊന്നാണ് അർഹമായ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മുൻഗണനാ കാർഡുകൾ ലഭ്യമാക്കി കൊടുക്കുക എന്ന ദൗത്യം. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു സാർ. സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്നതും സറണ്ടർ പരിശോധന, ഓപ്പറേഷൻ യെല്ലോ എന്നിവയിലൂടെ ലഭ്യമാക്കിയതും ഉൾപ്പെടെ 4,58,732 മുൻഗണനാ കാർഡുകളാണ് അർഹരായവരുടെ കൈകളിൽ എത്തിക്കാൻ സാധിച്ചത്. ഇത് ചെറിയ കാര്യമല്ല, അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഇത് കാണേണ്ടത് സാർ. സാർവത്രികമായി ഭക്ഷ്യഭദ്രത നടപ്പാക്കി എന്നുറപ്പാക്കണമെങ്കിൽ എല്ലാവർക്കും റേഷൻ കാർഡ് ലഭ്യമാക്കിയിരിക്കണം. ഇതിനെതിരായി ഉന്നയിച്ചു പോകുന്ന സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി 5,08,421 പുതിയ റേഷൻ കാർഡുകളാണ് ഇതിനകം വിതരണം ചെയ്തത്. ഇതിനു പുറമെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങൾക്ക് 8,012 കാർഡുകൾ നൽകി. തെരുവോരത്ത് താമസിക്കുന്നവർ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവർക്കെല്ലാം ആധാർ പരിശോധന നടത്തി റേഷൻ കാർഡുകൾ നൽകിയത് പ്രശംസനീയമാണ് സാർ. ഭക്ഷ്യഭദ്രതാ പദ്ധതി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കിടയിൽ നടപ്പാക്കിയ രീതിയും ശ്രദ്ധേയമാണ്. പൊതുനിരത്തുകളിൽ നിന്നും വളരെ ദൂരെ യാത്രാ സൗകര്യം ഇല്ലാത്ത ഇടങ്ങളിലെ ഊരുകളിലും സെറ്റിൽമെൻറ്റുകളിലും താമസിക്കുന്ന ധാരാളം പട്ടികവർഗ കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാർ. ഇവർക്കായി വാതിൽപ്പടിയിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി ഏറെ പ്രശംസിക്കപ്പെട്ടു. ഇതിനകം 139 കേന്ദ്രങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കി. ഇതുപോലുള്ള ഇടങ്ങൾ ഇനിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് സാർ. അവിടെയും ഈ പദ്ധതി നടപ്പാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇവിടങ്ങളിൽ വിതരണം ചെയ്യുന്ന ഗോതമ്പിന് പകരം ആട്ട വിതരണം ചെയ്യുന്നതിനുള്ള നടപടി കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ഈ പൊതു ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കുന്നവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്ന് ഈ ഗോതമ്പ് പൊടിയാക്കി മാറ്റി ഉപയോഗിക്കുവാൻ പ്രായോഗികമായി ഏറെ ബുദ്ധിമുട്ടാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ആണ് ആട്ട വിതരണം ചെയ്യാൻ, ഗോതമ്പിന് പകരം ആട്ട വിതരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശം അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നത്. സാർ, റേഷൻ കടകളിൽ നേരിട്ടെത്തി സാധനങ്ങൾ കൈപ്പറ്റാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഒപ്പം പദ്ധതിയും ഇതോടൊപ്പം എടുത്തു പറയേണ്ടതാണ്. അതാത് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തി നടപ്പാക്കുന്ന ഒപ്പം പദ്ധതി നിർധനരായ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് സാർ. പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ജനോപകാരപ്രദമായി ശക്തിപ്പെടുത്തുന്നതിന് രൂപം നൽകിയ കെ സ്റ്റോർ പദ്ധതി ഇതിനകം 1,595 റേഷൻ കടകൾ നടപ്പാക്കി വരുന്നു. റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയാണ് ഈ കെ സ്റ്റോർ പദ്ധതി നടപ്പാക്കുന്നത്. മിനി ബാങ്കിംഗ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ്, ചോട്ട ഗ്യാസ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കൃഷി വ്യവസായ വകുപ്പുകളുടെ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ, കെ സ്റ്റോറിലെ വിപണന ഇനങ്ങളാണ് ഇവയെല്ലാം. സർ, 2025 പൂർത്തിയാകുന്നതോടൊപ്പം കെ സ്റ്റോറുകളുടെ എണ്ണം 2000 വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യമാണ് വകുപ്പ് കണക്കിലെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സർ, ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഉയർത്തിക്കാണിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് സാർ. 100% റേഷൻ കാർഡുകളും ആധാറുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനം നാം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് സാർ. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞതിൽ കേന്ദ്ര സർക്കാർ പരിഗണിക്കപ്പെട്ട ഒരു ഘടകമാണ് സംസ്ഥാനത്തിലെ മികച്ച നിലവാരത്തിലുള്ള പൊതുവിതരണ സമ്പ്രദായം. അതുപോലെ റൂട്ട് ഓപ്റ്റിമൈസേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിതരണ ശൃംഖലയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രശംസാപത്രം ലഭിച്ചതും ശ്രദ്ധേയമാണ് സർ. മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേരളം 1-ാം സ്ഥാനത്താണ് സാർ. നീല വെള്ള കാർഡുകൾ ഉത്സവ സീസണുകളിൽ 10 കിലോ അരി പ്രത്യേകമായി നൽകുകയും
എല്ലാ മാസവും ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്നും പരമാവധി അരി ലഭ്യമാക്കിയതുമെല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് സാർ. ഈ നേട്ടങ്ങളുടെ പട്ടിക നമ്മൾ വിലയിരുത്തുമ്പോൾ ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം സമയമില്ല എനിക്കിത് അങ്ങയുടെ സമയം പോകും. അല്ല, മറ്റൊന്നുമില്ല സാർ ഭക്ഷ്യവകുപ്പിന് നേതൃത്വം നടക്കുന്ന ഒരു വലിയ മാനുഷിക പ്രവർത്തനമുണ്ട് സാർ. നമ്മുടെ നാട്ടിലെ മാരക രോഗമുള്ള ആളുകൾക്ക് കാർഡ് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് AAY കാർഡായിട്ട് BPL കാർഡായിട്ട് കൊടുക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ ഏത് പാതിരാത്രിക്ക് ഭക്ഷ്യവകുപ്പിൽ അപേക്ഷ ലഭിച്ചാലും ആ കാർഡ് ജനങ്ങൾക്ക് ഗുണകരമായി AAY കാർഡായി BPL കാർഡായി കൊടുക്കുന്ന ഒരു സംവിധാനം ഭക്ഷ്യവകുപ്പ് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പല്ല ഭക്ഷ്യവകുപ്പ് സാർ. ഇതിനിടയിൽ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയതോടെ കേരളത്തിന് കടുത്ത വെല്ലുവിളി കേന്ദ്രത്തിൽ നിന്നും നേരിടേണ്ടതായി വന്ന കാര്യം കൂടി നാം സൂചിപ്പിക്കേണ്ടത് സാർ. പ്രതിവർഷം ലഭിച്ചു പോന്ന 16.25 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം 14.25 ലക്ഷം മെട്രിക് ടണ്ണായി വെട്ടിക്കുറച്ചു. ടൈഡ് ഓവർ അരി വിതരണം വർദ്ധിപ്പിച്ചതുമില്ല. കൂടാതെ ടൈഡ് ഓവറായി ലഭിച്ചു പോന്നിരുന്ന 6459 മെട്രിക് ഗോതമ്പും ലഭ്യമാകാതെയായി. ഇതോടൊപ്പമാണ് മണ്ണെണ്ണ വിഹിതവും കേന്ദ്രം പൂർണ്ണമായും ഒഴിവാക്കിയത്. ഇതെല്ലാം പൊതുവിതരണ സംവിധാനത്തെ നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളിയാണ് സാർ. കേരളത്തിലെ കർഷകരിൽ നിന്നും പ്രതിവർഷം 6 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചു പോരുന്നത്. ഇവയെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ചമ്പാവരി ആയി മാറ്റി അതും ഭക്ഷ്യഭദ്രത ഉറപ്പാക്കാൻ വളരെ സഹായമായി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുവിതരണ രംഗത്ത് വളരെ ഏറെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഈ പ്രതികൂല സാഹചര്യത്തിലും വകുപ്പിന് കാഴ്ചവെക്കാൻ സാധിച്ചത് എന്ന നിസ്സംശയം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും സാർ. സംസ്ഥാനത്ത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട 15.2 ലക്ഷം വിദ്യാർത്ഥികളാണുള്ളത്. പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നത് ഇവർക്കാണ് പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നൽകി വരുന്നത്. ഇതിൽ ഈ ഗ്രാൻഡ് പ്രീ മെട്രിക് വിഭാഗത്തിലെ 9ഉം 10ഉം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നൽകുന്നത്. പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് 11ാം ക്ലാസ് മുതൽ PhD വരെയുള്ള വിദ്യാർത്ഥികൾക്കും നൽകുന്നുണ്ട്. സാർ, പ്രീ മെട്രിക്ക് 500 രൂപ മുതൽ 1500 രൂപ വരെയാണ് കേന്ദ്ര വിഹിതം. പോസ്റ്റ് മെട്രിക്ക് 3000 മുതൽ 12,000 രൂപ വരെയാണ്. ഇതെല്ലാം അനുവദിക്കുന്നത് 2.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ വരുമാന പരിധി പരിഗണിക്കാതെ നിശ്ചയിക്കപ്പെട്ട സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു വരുന്നു. ഓരോ വർഷവും കേന്ദ്ര സംസ്ഥാന സ്കോളർഷിപ്പ് തുകകൾ അതാത് വർഷം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1ാം വർഷത്തെ സ്കോളർഷിപ്പ് 2ാം വർഷമാണ് ലഭിക്കുന്നത്. 2ാം വർഷത്തെ സ്കോളർഷിപ്പ് 3ാം വർഷമേ ലഭിക്കുന്നുള്ളൂ. ഓരോ വർഷവും ബഡ്ജറ്റ് തുക ചെലവാക്കുന്നത് മുൻവർഷത്തെ സ്കോളർഷിപ്പ് നൽകാനാണ്. ഈ അവസ്ഥ ഒഴിവാക്കി ഓരോ അക്കാഡമിക് വർഷത്തിലെയും അർഹമായ കേന്ദ്ര സംസ്ഥാന സ്കോളർഷിപ്പ് അതേ വർഷം തന്നെ നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് സാർ. അതിനുള്ള നടപടി ഉണ്ടാകണം സാർ. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വിദ്യാർത്ഥികൾക്ക് കൂടാതെ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പട്ടികജാതിപെട്ട വിദ്യാർത്ഥികളുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി നടപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊന്നാണ് മോഡൽ റെസിഡൻസ് സ്കൂളുകൾ. സാർ, 1990 മുതൽ ഒരു വർഷം നീണ്ടുനിന്ന ഡോക്ടർ അംബേദ്കർ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് കേരളത്തിൽ ആദ്യമായി ഈ മോഡൽ റെസിഡൻസ് സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. ഒന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കട്ടേല എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥാപിച്ച അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻസ് സ്കൂളാണ്. അത് പട്ടികവർഗ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി സ്ഥാപിച്ചതെന്നാണ്. മറ്റൊന്ന് വയനാട് മാനന്തവാടി സ്ഥാപിച്ച ആൺകുട്ടികൾക്ക് വേണ്ടിയതുകൊണ്ടാണ്. ഇതിനുശേഷം ഇന്നുവരെ ഈ പദ്ധതിയിലൂടെ 22 മോഡൽ റെസിഡൻസ് സ്കൂളുകളാണ് ഇന്നിവിടെ സ്ഥാപിച്ചു വരുന്നത്. സാർ, ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയശതമാനം ലഭിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാർ, ഈ സ്കൂളുകളുടെ അധ്യാപകരെയെല്ലാം നിയമിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. ഇതേ മാതൃകയിലാണ്
പാരാമെഡിക്കൽ സെൻറ്റർ, തിരുവനന്തപുരത്ത് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി പാരാമെഡിക്കൽ സെൻറ്റർ ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലും പ്രവർത്തിക്കുന്ന പാരാമെഡിക്കൽ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇതും ഈ സെൻറ്ററുകളുടെ അധ്യാപകരെയും നിയമിക്കുന്നത് ആരോഗ്യ വകുപ്പിലെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇവിടെ ആവശ്യമായ ജീവനക്കാരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ചു വരുന്നത്. ഇതേ മാതൃകയിൽ പാലക്കാട് പ്രവർത്തിച്ചു വരുന്ന മെഡിക്കൽ കോളേജിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുൾപ്പെടെ ഉള്ള ജീവനക്കാരും ആരോഗ്യവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായി മാറ്റണം എന്ന പട്ടികജാതി പട്ടികവർഗ നിയമസഭാ കമ്മിറ്റിയുടെ ശുപാർശ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നുകൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച MRSകൾ, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തനം ആരംഭിക്കാതെ നിലവിലുണ്ട്. അവയെല്ലാം ഉടനെ ഈ അധ്യയന വർഷം വരാൻ പോകുന്ന അധ്യയന വർഷത്തിൽ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, പ്രാഥമിക ഉൽപ്പാദന മേഖലയിൽപ്പെട്ട മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മേഖലകളിലെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിലൂടെ വർദ്ധിപ്പിക്കുക എന്നതാണ് വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യം. മാംസോൽപാദന മേഖലയിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഭൂരിഭാഗം പേരും മാംസാഹാരികളാണെന്ന കാര്യം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അറവുശാലകൾ വിരളാവുന്നതും മാത്രമാണുള്ളത്. എന്നാൽ അനധികൃത അറവുശാലകളും അശാസ്ത്രീയ മാംസവിപണന കേന്ദ്രങ്ങളും ധാരാളമുണ്ട്. ഇതിന് പരിഹാരം കാണാനുള്ള പ്രവർത്തനം ആരംഭിക്കുക എന്നത് സന്തോഷകരമാണ്. സ്വീകരിച്ച നടപടികൾ ത്വരിതപ്പെടുത്തണം. ശുദ്ധമായ മാംസ ഉൽപ്പാദനം ഉറപ്പാക്കാനാണ് 1996 പഞ്ചായത്ത് രാജ് നിയമം ഉണ്ടാക്കിയത്. നിയമം കർശനമായി നടപ്പാക്കിയാൽ ഇതിനുള്ള നടപടി സ്വീകരിക്കാനാകും. സാർ, പാലുൽപാദനം സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ്. പ്രളയകാലത്തിന് മുമ്പ് നമ്മൾ ലക്ഷ്യത്തോട് വളരെ അടുത്തെത്തിയിരുന്നു. എന്നാൽ പ്രളയകാലം നമുക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാക്കി, ഒരല്പം നമ്മെ പിന്നോട്ട് നയിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നമ്മൾ നടപ്പാക്കി വരുന്ന നിരവധി പദ്ധതികളും അനുബന്ധ പ്രവർത്തനങ്ങളും ഫലം കണ്ടുവരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനായി സംസ്ഥാനത്ത് വളർത്തുന്ന പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കണം. അതിന് സഹായകമായ രീതിയിലാണ് കന്നുകാലി പ്രജനനം നടപ്പാക്കി വരുന്നത്. കന്നുകുട്ടികളെ ശാസ്ത്രീയ പരിചരണത്തിലൂടെ എത്രയും വേഗം കറവ് പശുക്കളാക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട്. അതിനായി കന്നുകുട്ടി പരിപാലന പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട്. സാർ, ക്ഷീരഗ്രാമ പദ്ധതി കൂടാതെ പരിപാലന പരിപാടികൾ, സമഗ്ര കന്നുകുട്ടി ഇൻഷുറൻസ് സ്കീം, വിതരണം, പാൽ ഉൽപാദന ബോണസ്, കറവ് തുടങ്ങിയ നിരവധി പദ്ധതികൾ വളരെ ഫലപ്രദമായി ഈ രംഗത്ത് നടപ്പാക്കി വരുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം ഈ ക്ഷീരമേഖലയിൽ ലഭ്യമാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്താങ്ങുന്നു.